ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് സൂര്യപ്രകാശത്തിന്റെ നിറമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ ചിരിയും സന്തോഷവും നിറഞ്ഞുനിന്നത് ലക്ഷ്മീദേവിയുടെയും ഭർത്താവ് രാമചന്ദ്രന്റെയും വീട്ടിലായിരുന്നു. ഒരു സാധാരണ ഗ്രാമീണ കുടുംബം. കൂലിപ്പണിക്കാരനായിരുന്ന രാമചന്ദ്രന്റെ ചെറിയ വരുമാനം കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ടു പോയിരുന്നത്. അവർക്ക് മറ്റൊരാശ്രയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പരാതിയുമില്ലാതെ അവർ ജീവിച്ചു. കാലം കടന്നുപോയി. അവരുടെ ജീവിതത്തിൽ നിറം പകർന്നുകൊണ്ട് ഇരട്ടക്കുട്ടികൾ ജനിച്ചു, സംഗീതയും അക്ഷിതയും. രാമചന്ദ്രന്റെ കണ്ണുകൾക്ക് ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ആഹ്ലാദമടക്കാനായില്ല. ലക്ഷ്മി നമ്മുടെ ജീവിതത്തിലെത്തിയ 2 നക്ഷത്രങ്ങളാണിവർ, അയാൾ പറഞ്ഞു. ഇവരെ വലുതാക്കി വലിയ നിലയിലെത്തിക്കണം. നമ്മുടെ കഷ്ടപ്പാടുകൾ ഇവർ അറിയരുത്. ലക്ഷ്മീദേവി പുഞ്ചിരിച്ചു. അവളുടെ ലോകം ആ 2 കുഞ്ഞുമുഖങ്ങളിൽ ഒതുങ്ങി. അവരുടെ ചിരിയിലും കൊഞ്ചലിലും അവൾ തന്റെ എല്ലാ ദുരിതങ്ങളും മറന്നു. രാമചന്ദ്രന്റെ കഠിനാധ്വാനം ആ കുടുംബത്തിന്റെ അടിസ്ഥാനമായിരുന്നു. ദിവസവും അയാൾ പണി കഴിഞ്ഞു വരുമ്പോൾ മക്കൾക്കായി എന്തെങ്കിലും മിഠായിയോ കളിക്കോപ്പുകളോ കൊണ്ടുവരുമായിരുന്നു. ലക്ഷ്മീദേവി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ രാമചന്ദ്രന്റെ കൈകളിൽ തൊട്ടു പറയും, "എന്റെ മക്കളുടെ അന്നമാണ് ഈ കൈകൾ." പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ഒരു പുലർച്ചെ രാമചന്ദ്രൻ പണിക്കിടെ ഒരു അപകടത്തിൽപ്പെട്ടു. ആശുപത്രിയിലെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ലക്ഷ്മീദേവിക്ക് ആ വാർത്ത ഉൾക്കൊള്ളാനായില്ല. 3 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെയും ചേർത്തുപിടിച്ച് അവൾ കരഞ്ഞു. ഒരു നിമിഷം കൊണ്ട് അവളുടെ ജീവിതം ഇരുട്ടിലായി. ചുറ്റുമുള്ളവർ അവളോട് സഹതപിച്ചു. ചിലർ സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ അധികം വൈകാതെ തന്നെ അവൾ ഒറ്റപ്പെട്ടു. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ, 2 പെൺകുട്ടികളുള്ള അമ്മ സമൂഹം അവളെ ഒരു ഭാരമായി കണ്ടു. ഇവളെങ്ങനെ ഇനി ജീവിക്കും? ഈ പെൺകുട്ടികളെ എങ്ങനെ വളർത്തും? പക്ഷേ അവളുടെ കണ്ണുകൾ ആ 2 കുഞ്ഞുമുഖങ്ങളിൽ പതിഞ്ഞപ്പോൾ അവൾക്ക് മുന്നോട്ടു പോകാനുള്ള ശക്തി ലഭിച്ചു. "എന്റെ മക്കൾക്കു വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ തോറ്റുകൊടുക്കില്ല," അവൾ മനസ്സിൽ ഉറപ്പിച്ചു. രാമചന്ദ്രന്റെ മരണശേഷം ലഭിച്ച കുറഞ്ഞ തുക കൊണ്ട് അവൾ വീടിന്റെ പുറത്ത് ഒരു ചെറിയ തയ്യൽക്കട തുടങ്ങി. അവൾ തന്റെ പഴയ തയ്യൽ മെഷീൻ പുറത്തെടുത്തു. രാത്രിയിലും പകലിലും അവൾ തുണിത്തരങ്ങൾ തുന്നി. വിപണിയിൽ നിന്നും പഴയ തുണികൾ ശേഖരിച്ച് അവൾ അതിൽ നിന്ന് കുട്ടിയുടുപ്പുകൾ ഉണ്ടാക്കി വിറ്റു. ചിലപ്പോൾ കമ്മീഷൻ അടിസ്ഥാനത്തിൽ അയൽവാസികളുടെ ഉടുപ്പുകൾ തുന്നി നൽകി. ഓരോ തുന്നലും അവളുടെ നിശ്ചയദാർഢ്യത്തെയായിരുന്നു സൂചിപ്പിച്ചത്. ദിവസവും രാത്രി വൈകിയും അവൾ ജോലി ചെയ്യും. മക്കൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അവൾ തന്റെ ജോലിയിലേക്ക് മടങ്ങും. അവളുടെ കൈകൾക്ക് വേദനിക്കുമ്പോഴും കണ്ണുകൾക്ക് കാഴ്ച മങ്ങുമ്പോഴും അവൾ പറയും, "എന്റെ മക്കളുടെ ഭാവിയാണ് ഈ തയ്യൽ മെഷീനിലുള്ളത്." വർഷങ്ങൾ കടന്നുപോയി. സംഗീതയും അക്ഷിതയും വളർന്നു. അവർക്ക് തങ്ങളുടെ അമ്മയുടെ കഷ്ടപ്പാടുകൾ മനസ്സിലായിരുന്നു. അവർ അമ്മയെ സഹായിച്ചു തങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലക്ഷ്മീദേവി അവരുടെ വിദ്യാഭ്യാസം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ടു കൊണ്ടുപോയി. മക്കൾ നന്നായി പഠിച്ചു, പ്രത്യേകിച്ച് സംഗീതയും അക്ഷിതയും. അവർ എല്ലാ പരീക്ഷകളിലും ഉയർന്ന മാർക്ക് നേടി. അവർക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്ന മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. സൈന്യത്തിൽ ചേരണമെന്ന ഒരൊറ്റ സ്വപ്നം മാത്രമായിരുന്നു അവർക്ക്. ലക്ഷ്മീദേവിക്ക് അത്ഭുതമായി. "എന്റെ മക്കൾ ധീരരാകാൻ ആഗ്രഹിക്കുന്നു," അവൾ സന്തോഷിച്ചു. മക്കളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കാൻ അവൾ തീരുമാനിച്ചു. അതിനായി അവൾ കൂടുതൽ കഷ്ടപ്പെട്ടു. പുതിയ കടങ്ങൾ വാങ്ങേണ്ടി വന്നില്ല. ഒരു ദിവസം മക്കൾ അവളോട് സൈന്യത്തിൽ ചേരുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. "അമ്മ, ഞങ്ങൾ സൈന്യത്തിൽ ചേരാൻ പോവുകയാണ്. രാജ്യത്തെ സേവിക്കണം. ഞങ്ങൾക്ക് നിങ്ങളെ അഭിമാനമുള്ള അമ്മയാക്കണം," സംഗീത പറഞ്ഞു. അക്ഷിതയും തലയാട്ടി. തന്റെ കഷ്ടപ്പാടുകൾക്ക് ബലം കണ്ടതിൽ അവൾക്ക് അഭിമാനമുണ്ടായി. അവർ സൈനിക പരിശീലനത്തിനായി യാത്ര പുറപ്പെട്ടപ്പോൾ ലക്ഷ്മീദേവി അവരെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, "നിങ്ങൾ എന്റെ അഭിമാനമാണ്. ധൈര്യമായി പോയി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക." പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, തന്റെ മക്കളുടെ ഭാവിക്കുവേണ്ടി അവൾ കടം വാങ്ങിയ പണം അവളുടെ ജീവിതത്തിൽ ഒരു ദുരന്തമായി മാറാൻ പോകുകയാണെന്ന്. സംഗീതയും അക്ഷിതയും വീട്ടിൽ നിന്നും പോയ ശേഷം ലക്ഷ്മീദേവിയുടെ ജീവിതം വീണ്ടും ഒറ്റപ്പെട്ടതായി. മക്കളുടെ ശബ്ദം കേൾക്കാനും അവരുടെ ചിരി കാണാനും കഴിയാത്തത് അവൾക്ക് വേദന നൽകി. എങ്കിലും അവരുടെ നല്ല ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾക്ക് ആശ്വാസം ലഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് വസന്തൻ എന്ന വ്യക്തി അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നത്. ഗ്രാമത്തിലെ ഏറ്റവും ധനികനും സ്വാധീനമുള്ളവനുമായിരുന്നു വസന്തൻ. അയാൾക്ക് പണം കൊടുക്കുന്നതിൽ പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു. എന്നാൽ അയാളുടെ പലിശയുടെ നിരക്ക് ഭീമമായിരുന്നു. ലക്ഷ്മീദേവിക്ക് അന്ന് മക്കളുടെ പരിശീലനത്തിന്റെ അവസാന ഘട്ടത്തിനുള്ള ചിലവിനായി 50,000 രൂപയുടെ ആവശ്യം വന്നു. മറ്റു വഴികളില്ലാതെ അവൾ വസന്തന്റെ അടുത്തേക്ക് പോയി. വസന്തന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ അവൾക്ക് ചെറിയ ഭയമുണ്ടായി. എങ്കിലും മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അവൾക്ക് ധൈര്യം നൽകി. അവൾ അകത്തേക്ക് കയറി. വസന്തൻ അവളെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു.
അയ്യോ ലക്ഷ്മി ദേവിയോ, എന്തു വേണം? അയാൾ ചോദിച്ചു. ലക്ഷ്മി ദേവി തന്റെ ആവശ്യം പറഞ്ഞു. അപ്പോൾ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മി ദേവി, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ മക്കളുടെ ഭാവിക്കുവേണ്ടിയല്ലേ, ഞാൻ സഹായിക്കാം. അയാൾ വളരെ നല്ലവനായി സംസാരിച്ചു. അയാൾ ഒരു കടലാസെടുത്ത് ഒപ്പിടാൻ കൊടുത്തു. അവൾ ആ കടലാസിൽ എഴുതിയിരുന്നത് ശ്രദ്ധിച്ചില്ല ഒപ്പിട്ടു. അപ്പോഴാണ് അവൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ തുടങ്ങിയത്. എല്ലാ മാസവും മുടങ്ങാതെ പലിശ നൽകണമെന്ന് അയാൾ നിർബന്ധിച്ചു. പണം നൽകാൻ വൈകിയാൽ എന്തു സംഭവിക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. എന്നാൽ തന്റെ കച്ചവടം കുറഞ്ഞപ്പോൾ അവൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടാൻ തുടങ്ങി. ഒരു ദിവസം അവൾ വസന്തന്റെ വീട്ടിലേക്ക് പോയി. സാറേ, 2 വർഷമായി ഞാൻ നിങ്ങൾക്ക് പലിശ നൽകുന്നു. പക്ഷേ യഥാർത്ഥ കടം ഇനിയും തീർന്നില്ല. ഈ മാസം എന്റെ കൈവശം പണമില്ല. എന്റെ മക്കൾക്ക് ഇപ്പോൾ സൈന്യത്തിൽ ജോലി കിട്ടി. അടുത്ത മാസം അവരുടെ ശമ്പളം ലഭിച്ചു തുടങ്ങുമപ്പോൾ ഞാൻ കടവും പലിശയും ഒരുമിച്ച് തന്നോളാം. ദയവായി ഈ തവണ എന്നെ ഒഴിവാക്കണം. വസന്തന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അയാൾ ദേഷ്യത്തോടെ അലറി, അയ്യോ, നീ ഒരുപാട് നാടകം കളിക്കരുത്. വേഗം പണമെടുക്കല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടിവരും. ലക്ഷ്മീദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, സത്യമാണ് പറയുന്നത്. ഈ മാസം പണം ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അടുത്ത മാസം 2 മാസത്തെ പലിശയും ഒരുമിച്ച് തന്നോളാം. വസന്തൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നോക്കടുത്ത മാസം പണം തന്നില്ലെങ്കിൽ ഈ വീടും ഭൂമിയും എന്റേതാകും. ഓർമ്മവച്ചോ? ഈ ഭീഷണികൾ ലക്ഷ്മീദേവിയെ മാനസികമായി തളർത്തി. ഓരോ ദിവസവും അവൾ ഭയത്തോടെ ജീവിച്ചു. രാത്രികളിൽ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മക്കളെ ഫോണിൽ വിളിക്കുമ്പോൾ അവൾ സന്തോഷത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചു. അമ്മ സുഖമായിരിക്കുന്നു മക്കളെ, നിങ്ങൾ നന്നായി ജോലി ചെയ്യുക. ഇവിടെ ഒരു പ്രശ്നവുമില്ല, അവൾ പറഞ്ഞു. പക്ഷേ അവളുടെ കണ്ണുകൾ ഭയം കാരണം നിറഞ്ഞിരുന്നു. അവൾക്ക് മക്കളെ വിഷമിപ്പിക്കാൻ കഴിഞ്ഞില്ല. വസന്തന്റെ ക്രൂരത നാൾക്കുനാൾ വർദ്ധിച്ചു. അയാൾ പലപ്പോഴും അവളുടെ കടയിൽ വന്ന് ബഹളമുണ്ടാക്കി. അവൾക്ക് പണം നൽകാൻ കഴിയാത്തപ്പോൾ അയാൾ അവളെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് ആളുകളുടെ മുന്നിൽ ഭിക്ഷ യാചിച്ചു. പക്ഷേ വസന്തന്റെ ഭയം കാരണം ആരും അവളെ സഹായിക്കാൻ വന്നില്ല. അവസാനം ഒരു ദിവസം വസന്തന്റെ ദേഷ്യം നിയന്ത്രണാതീതമായി. പണം ആവശ്യപ്പെട്ട് അയാൾ വന്നപ്പോൾ ലക്ഷ്മീദേവിയുടെ കൈവശം കൊടുക്കാൻ പണമില്ലായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അയാളോട് യാചിച്ചു, കുറച്ച് സമയം തരണം. പക്ഷേ അയാൾക്ക് ദയയുടെ ഒരു തരിപോലുമില്ലായിരുന്നു. അയാൾ അവരെ തല്ലി. നിലത്തുവീണ ലക്ഷ്മീദേവിയുടെ അടുത്ത് ആരും വരാൻ ധൈര്യപ്പെട്ടില്ല. ആളുകൾ കാഴ്ചക്കാരായി നിന്നു. അവരുടെ നിസ്സഹായതയാണ് വസന്തന് ധൈര്യം നൽകിയത്. വസന്തൻ ഫോണെടുത്ത് ഒരു JCB വിളിച്ചുവരുത്തി. ഇവളുടെ വീട് ഇന്നുതന്നെ ഇടിച്ചു നിരത്ത്. ഈ വീട് ഇനി എന്റേതാണ്, അയാൾ ആക്രോശിച്ചു. JCB മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. തന്റെ സ്വപ്നങ്ങളും ഓർമ്മകളും നിറഞ്ഞുനിന്ന് വീട് തകർന്നു വീഴുന്നത് ലക്ഷ്മീദേവി നിസ്സഹായയായി നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവളുടെ ഹൃദയം തകർന്നു. ഈ ദുരന്തം മക്കൾ അറിയരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ അവർ അറിയാൻ പോകുകയായിരുന്നു ഒരു ചെറിയ വീഡിയോയുടെ രൂപത്തിൽ. ലക്ഷ്മീദേവിയുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിർത്തിയിലെ മഞ്ഞുമൂടിയ മലനിരകളിൽ സംഗീതയും അക്ഷിതയും രാജ്യസേവനം നടത്തുകയായിരുന്നു. അവർ ഭാരതത്തിന്റെ അഭിമാനങ്ങളായിരുന്നു. എന്നാൽ സംഗീതയ്ക്ക് തോന്നിയിരുന്നു അമ്മയുടെ ശബ്ദത്തിൽ ഒരു ചെറിയ വിറയലുണ്ടെന്ന്. അമ്മയുടെ ചിരിക്ക് മുൻപുണ്ടായിരുന്ന തെളിച്ചമില്ലെന്നും അവൾ ശ്രദ്ധിച്ചിരുന്നു. അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ചോദിച്ചു. ഒന്നുമില്ല മോളെ, അമ്മയ്ക്ക് സന്തോഷം കൊണ്ടാണ്. എന്റെ പെൺമക്കൾ രാജ്യത്തെ സേവിക്കുന്നത് കാണുമ്പോൾ ഏതമ്മയാണ് സന്തോഷിക്കാത്തത്? ലക്ഷ്മീദേവി പറഞ്ഞ് ചിരിക്കും. ആ ചിരിയിൽ ഒളിപ്പിച്ച വേദന സംഗീത മനസ്സിലാക്കാതെ പോയി. അക്ഷിതയും ആ മാറ്റം ശ്രദ്ധിച്ചിരുന്നു. അമ്മയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ വിഷമമുണ്ടാകും, അക്ഷിത സംഗീതയോട് പറഞ്ഞു. അവർ ആ വേദനയെ ഒറ്റപ്പെടലായി മാത്രം കണ്ടു. കാരണം തങ്ങളുടെ അമ്മ ജീവിതത്തിൽ ഇത്രയധികം ദുരിതങ്ങൾ സഹിച്ച അമ്മതങ്ങളോട് ഒരു പ്രശ്നവും മറച്ചുവെക്കില്ലെന്ന് അവർ വിശ്വസിച്ചു. പണം ആവശ്യപ്പെട്ട് വസന്തൻ വീണ്ടും വീട്ടിലെത്തി. ഇത്തവണ അയാൾ ലക്ഷ്മീദേവിയുടെ ശരീരത്തിൽ കൈവച്ചു. വേഗം പണം തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിന്നെ എടുത്തോളാം, അയാൾ അലറി. ലക്ഷ്മീദേവി പേടിച്ച് വിറച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ വീണു. സാറേ, ദയവുണ്ടാകണം. എന്റെ മക്കൾ സൈന്യത്തിലാണ്. അവരുടെ ശമ്പളം കിട്ടിയാൽ എല്ലാം ഞാൻ തിരിച്ചു തരാം. പക്ഷേ വസന്തന് ദയയുണ്ടായിരുന്നില്ല. അയാൾ ലക്ഷ്മീദേവിയെ തള്ളി താഴെയിട്ടു. അവൾ നിലത്തു വീണപ്പോൾ അവളുടെ കൈമുട്ടിന് മുറിവേറ്റു. എന്റെ മക്കൾ സൈന്യത്തിലാണെന്ന് നീ പറഞ്ഞാൽ മതി. അതുകൊണ്ടുതന്നെ തന്റെ മുറിവുകൾ അവൾ മറച്ചുവെച്ചു. ഫോണിൽ സംസാരിക്കുമ്പോൾ മുറിവുകൾ കാണാത്ത രീതിയിൽ അവൾ ക്യാമറ വെച്ചു. അവളുടെ ഹൃദയം
വേദന കൊണ്ട് നീറി. എങ്കിലും ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു, മോളെ ഇന്ന് പുതിയൊരു ഡിസൈൻ തുന്നാൻ പറ്റി. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങളെ വസന്തൻ എങ്ങനെ ചൂഷണം ചെയ്യുന്നുവെന്ന് കുറച്ചുപേർക്ക് അറിയാമായിരുന്നു. അതിലൊരാളായിരുന്നു രാഹുൽ, ഒരു ചെറുപ്പക്കാരൻ. അവന്റെ അച്ഛൻ വസന്തനിൽ നിന്ന് കടം വാങ്ങിയതിന് സ്വന്തം ഭൂമി നഷ്ടപ്പെട്ടതിന്റെ കഥ അവൻ മറന്നിരുന്നില്ല. വസന്തനെതിരെയുള്ള പോരാട്ടം അവന്റെ സ്വപ്നമായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് പോരാടാനുള്ള ശക്തി അവനില്ലായിരുന്നു. അവൾ അതിർത്തിയിൽ രാജ്യത്തെ സംരക്ഷിച്ചു, പക്ഷേ സ്വന്തം അമ്മയെ സംരക്ഷിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഈ നിസ്സഹായത അവളെ തളർത്തി. അവൾ ഉടൻ തന്നെ അക്ഷിതയെ വിളിച്ചു. അക്ഷി, ഒരു വീഡിയോ കാണൂ, വേഗം. അക്ഷിത വീഡിയോ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞു. അവളുടെ രോഷം ആകാശത്തോളം ഉയർന്നു. സംഗീ, നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. നിയമത്തിനു മുന്നിൽ വസന്തനെ തലകുനിപ്പിക്കണം. അവർ തീരുമാനിച്ചു. അവർ അവരുടെ മേലുദ്യോഗസ്ഥന്റെ അടുത്ത് പോയി വീഡിയോ കാണിച്ചു. സർ, ഞങ്ങൾക്ക് അവധി വേണം. ഞങ്ങളുടെ അമ്മയ്ക്ക് നീതി ലഭിക്കണം, സംഗീത പറഞ്ഞു. മേലുദ്യോഗസ്ഥൻ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടി. ഇത് ഞങ്ങളുടെ അമ്മയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് രാജ്യത്തെ ഓരോ സാധാരണക്കാരന്റെയും പ്രശ്നമാണ്. പണത്തിന്റെ പേരിൽ ഒരാളുടെ ജീവിതം തകർക്കാൻ ആർക്കും അവകാശമില്ല, അക്ഷിത ദേഷ്യത്തോടെ പറഞ്ഞു. മേലുദ്യോഗസ്ഥൻ അവർക്ക് ഉടൻ തന്നെ അവധി നൽകി. നിങ്ങൾക്ക് പോകാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, അയാൾ പറഞ്ഞു. സംഗീതയും അക്ഷിതയും ഉടൻ തന്നെ തങ്ങളുടെ ബാഗ് പാക്ക് ചെയ്തു. വീട്ടിലേക്ക് തിരികെ വരാനുള്ള അവരുടെ യാത്ര ഒരു പോരാട്ടത്തിനുള്ള യാത്രയായി മാറി. അവരുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: തങ്ങളുടെ അമ്മയ്ക്ക് നീതി ലഭിക്കണം. ദൂരെ നിന്ന് ഗ്രാമത്തിന്റെ കാഴ്ച കണ്ടപ്പോൾ സംഗീതയുടെയും അക്ഷിതയുടെയും ഹൃദയമിടിപ്പ് കൂടി. ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ ആ വീഡിയോയിലെ ദൃശ്യങ്ങളായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും ഓർമ്മകളുമുള്ള അവരുടെ വീജസിബിയുടെ ക്രൂരമായ കൈകളാൽ തകർന്നടിഞ്ഞുകിടക്കുന്നത് അവർ മനസ്സിൽ കണ്ടു. അവർ ഗ്രാമത്തിലെത്തി. ദൂരെ നിന്ന് തന്നെ തകർന്ന വീടിന്റെ കാഴ്ച കണ്ടപ്പോൾ സംഗീതയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, അവൾ കരഞ്ഞു. അക്ഷിതയുടെ കണ്ണുകളും നിറഞ്ഞു. അവർ വണ്ടി നിർത്തി ഓട്ടി. അവിടെ വീടിന്റെ സ്ഥാനത്ത് ഒരു മൺകൂന മാത്രം. അടുക്കളയുടെ ചുമരിൽ ഒരു വാതിൽ മാത്രം അവശേഷിച്ചിരുന്നു. ലക്ഷ്മിദേവി ഒരു മൂലയിൽ തളർന്നിരിക്കുന്ന കാഴ്ച അവർ കണ്ടു. അവർ അമ്മയുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചു. അമ്മേ, എന്തിനാണ് ഞങ്ങളോടൊന്നും പറയാതിരുന്നത്? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, സംഗീത കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ലക്ഷ്മിദേവി മറുപടി പറയാൻ ശ്രമിച്ചു, പക്ഷേ വാക്കുകൾ അവളുടെ തൊണ്ടയിൽ നിന്ന് വന്നില്ല. അവളുടെ കണ്ണുകളിൽ ഭയവും നിസ്സഹായതയും നിറഞ്ഞിരുന്നു. അക്ഷിത അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അമ്മ, ധൈര്യമായിരിക്കണം. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി ആരെയും പേടിക്കരുത്. ലക്ഷ്മിദേവി മക്കളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ അവൾക്ക് ധൈര്യവും ദൃഢനിശ്ചയവും കാണാൻ കഴിഞ്ഞു. ആ കണ്ണുകൾ അവൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. അവർ അമ്മയെ താങ്ങി ഒരു ചെറിയ വീടിനു മുന്നിലെത്തി. ഗ്രാമത്തിലെ ചില ആളുകൾ അവർക്ക് താമസിക്കാൻ സ്ഥലം നൽകിയിരുന്നു. അവർ അമ്മയെ അവിടെയിരുത്തി. അമ്മ, നടന്നതെല്ലാം ഞങ്ങളോട് പറയണം. സത്യം പുറത്തുവരണം, സംഗീത പറഞ്ഞു. ലക്ഷ്മിദേവി വസന്തനുമായിട്ടുണ്ടായിരുന്ന കടത്തെക്കുറിച്ചും അയാൾ പണം ആവശ്യപ്പെട്ട് അവളെ പീഡിപ്പിച്ചതിനെക്കുറിച്ചും ഒടുവിൽ വീട് തകർത്തതിനെക്കുറിച്ചുമെല്ലാം കണ്ണീരോടെ വിവരിച്ചു. ഓരോ വാക്കും കേൾക്കുമ്പോൾ സംഗീതയുടെയും അക്ഷിതയുടെയും രോഷം വർദ്ധിച്ചു. ഇയാൾക്ക് ഇതിന് ശിക്ഷ ലഭിച്ചിരിക്കും, അക്ഷിത ദേഷ്യത്തോടെ പറഞ്ഞു. അന്ന് വൈകുന്നേരം ലക്ഷ്മിദേവി മക്കളോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവളുടെ മുഖത്ത് ഒരു പുതിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഭയത്തിനു പകരം അവൾക്ക് ധൈര്യവും ദൃഢനിശ്ചയവും ലഭിച്ചിരുന്നു. സംഗീതയും അക്ഷിതയും യൂണിഫോം ധരിച്ച് പോലീസുകാരുടെ മുന്നിലെത്തി. ഇൻസ്പെക്ടർ കസേരയിലിരുന്ന് ഫയലുകൾ നോക്കുകയായിരുന്നു. അയാൾ തലയുയർത്തി ചോദിച്ചു, എന്താണ് വേണ്ടത്? സംഗീത മുന്നോട്ടു വന്നു പറഞ്ഞു, സർ, ഞങ്ങൾ ഒരു പരാതി നൽകാൻ വന്നതാണ്. വസന്തൻ എന്നൊരാൾ എന്റെ അമ്മയെ വർഷങ്ങളോളം പലിശയുടെ പേരിൽ ചൂഷണം ചെയ്യും. ഞങ്ങൾക്ക് തെളിവുകളുണ്ട്. വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. ഇൻസ്പെക്ടർ ഒരു നിമിഷം സംശയിച്ചു. നോക്കൂ, ഇത് വസന്തന്റെ കാര്യമാണ്. അയാൾ ഗ്രാമത്തിലെ ഒരു വലിയ മനുഷ്യനാണ്. അയാൾക്കെതിരെ പോകുന്നത് എളുപ്പമല്ല. മുകളിൽ നിന്ന് സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട്, അയാൾ പറഞ്ഞു. അക്ഷിത ഉടൻ തന്നെ മുന്നോട്ടു വന്നു. അവൾ തന്റെ സൈനിക ID കാർഡ് മേശപ്പുറത്ത് വെച്ചു. ഞാൻ ലഫ്റ്റനന്റ് അക്ഷിത ശർമ്മ, ഇന്ത്യൻ ആർമി. സംഗീതയും തന്റെ ID കാർഡ് കാണിച്ചു. ഞാൻ ക്യാപ്റ്റൻ സംഗീത ശർമ്മ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങൾ ആരാണെന്ന്? ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ വിഷയം SP-യുടെയും SDM-ന്റെയും ഓഫീസിലെത്തും. അപ്പോൾ നിങ്ങളുടെ ജോലി നിലനിർത്തുന്നത് എളുപ്പമായിരിക്കില്ല. ഇൻസ്പെക്ടർ അമ്പരന്നു.
അയാളുടെ മുഖത്ത് ഭയം വ്യക്തമായി. ശരി, മാഡം ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല. ഞാൻ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് എഴുതുന്നു. അയാൾ ഉടൻ തന്നെ FIR രേഖപ്പെടുത്തി. അനധികൃത പണമിടപാട്, ഭീഷണിപ്പെടുത്തൽ, വീട് തകർക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി. സംഗീത പറഞ്ഞു, ഇപ്പോൾ തന്നെ വസന്തനെ അറസ്റ്റ് ചെയ്യണം. ഇൻസ്പെക്ടർ മടിച്ചു. മാഡം, ഇപ്പോൾ വൈകുന്നേരമായി, രാവിലെ അറസ്റ്റ് ചെയ്യാം. അക്ഷിത ദേഷ്യത്തോടെ പറഞ്ഞു. രാവിലെ എന്തിനാണ്? എന്റെ അമ്മയുടെ വീട് വൈകുന്നേരമല്ലേ തകർത്തത്? അറസ്റ്റും ഇപ്പോൾ തന്നെ നടക്കണം. ഇൻസ്പെക്ടർക്ക് മറ്റു വഴിയുണ്ടായിരുന്നില്ല. പോലീസുകാർ ജീപ്പ് തയ്യാറാക്കാൻ തുടങ്ങി. സംഗീതയും അക്ഷിതയും അവരോടൊപ്പം കയറി. വൈകുന്നേരം പോലീസ് ജീപ്പ് വസന്തന്റെ വലിയ വീടിനു മുന്നിലെത്തി. പോലീസിനെ കണ്ടപ്പോൾ അവന്റെ ഗുണ്ടകൾ പരിഭ്രാന്തരായി. ഇൻസ്പെക്ടർ പറഞ്ഞു, വാതിൽ തുറക്കൂ, ഞങ്ങൾക്ക് വസന്തനെ കാണണം. അകത്തുനിന്ന് വസന്തന്റെ ശബ്ദം വന്നു. വാതിൽ തുറന്നു. പോലീസ് വീടിനകത്തേക്ക് കയറി. പോലീസിനെയും സംഗീതയെയും അക്ഷിതയെയും കണ്ടപ്പോൾ വസന്തൻ ചിരിച്ചു. കൊള്ളാമിത് രസകരമായിരിക്കുന്നു. ഇത്രയും വർഷമായി എന്നെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ആരാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഗ്രാമത്തിൽ എന്റേതു മാത്രമാണ് ഭരണം. സംഗീത അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. നിന്റെ ഭരണം ഇപ്പോൾ അവസാനിച്ചു. നീ എന്റെ അമ്മയെ കരയിപ്പിച്ചു. അവരുടെ വീട് തകർത്തു. ഗ്രാമീണരുടെ രക്തം ഊറ്റിയെടുത്തു. ഇപ്പോൾ നിനക്ക് നിന്റെ കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. വസന്തൻ ദേഷ്യത്തോടെ പറഞ്ഞു. സൈന്യത്തിലെ 2 പെൺകുട്ടികൾ വന്നാൽ എനിക്കെന്തു ചെയ്യാൻ കഴിയും? പോലീസ് എന്റെ പോക്കറ്റിലാണ്. അക്ഷിത അലറി. ഇനി നിന്റെ പോക്കറ്റ് ശൂന്യമാകും. കാരണം ഇന്നു മുതൽ നിയമമാണ് സംസാരിക്കുന്നത്. ഇൻസ്പെക്ടർ ആജ്ഞാപിച്ചു. കയ്യാമം വയ്ക്കൂ. പോലീസുകാർ ഉടൻ തന്നെ വസന്തന് കയ്യാമം വെച്ചു. ഗ്രാമീണരെല്ലാം അവിടെ കൂടി. ആദ്യമായി അവർ വസന്തനെ നിസ്സഹായനായി കണ്ടു. സ്ത്രീകളടക്കം പറഞ്ഞു, നോക്കൂ, ഇത്രയും വർഷം നമ്മളെ ഭയപ്പെടുത്തിയ ആൾ ഇപ്പോൾ കയ്യാമം വെച്ച് നിൽക്കുന്നു. അവർക്ക് സന്തോഷമടക്കാനായില്ല. സംഗീതയും അക്ഷിതയും ഗ്രാമത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകിയിരുന്നു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി. വസന്തനെ പോലീസ് സംരക്ഷണയിൽ കൊണ്ടുവന്നു. ഡസൻ കണക്കിന് ഗ്രാമീണർ അവിടെ ഒത്തുകൂടി. SDM ചോദിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് പറയൂ, തെളിവുകൾ ഹാജരാക്കൂ. സംഗീത മൊബൈലിൽ വൈറലായ വീഡിയോ കാണിച്ചു. വീഡിയോ കണ്ടപ്പോൾ SDM ഗൗരവത്തിലായി. ഇത് വ്യക്തമായ കുറ്റകൃത്യമാണ്. അവളുടെ വാക്കുകളിൽ വേദനയും ധൈര്യവും നിറഞ്ഞിരുന്നു. SDM ഉത്തരവിട്ടു. വസന്തന്റെ സ്വത്തുക്കൾ പരിശോധിക്കണം. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണം. ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയക്കണം. അന്വേഷണത്തിൽ വസന്തൻ കഴിഞ്ഞ 15 വർഷത്തിനിടെ നൂറുകണക്കിന് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് അവരുടെ ഭൂമി തട്ടിയെടുത്തതായി കണ്ടെത്തി. ജില്ലാ കോടതിയിൽ കേസ് തുടർന്നു. സംഗീതയും അക്ഷിതയും അമ്മയോടൊപ്പം നിന്ന് മൊഴി നൽകി. സംഗീത പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഇയാൾ എന്റെ അമ്മയെ മാത്രമല്ല, ഈ ഗ്രാമത്തിലെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങളെയും ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നീതി ലഭിക്കണം. നിരവധി ഗ്രാമീണരും സാക്ഷി പറയാൻ വന്നു. ജില്ലാ കോടതിയിൽ വിചാരണ ദിവസങ്ങൾ നീണ്ടുനിന്നു. വസന്തന്റെ അഭിഭാഷകൻ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ സംഗീതയും അക്ഷിതയും ശക്തമായ തെളിവുകളും മൊഴികളും ഹാജരാക്കി. ഒടുവിൽ വിധി പ്രസ്താവിക്കാനുള്ള ദിവസം വന്നു. കോടതി മുറിയിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ലക്ഷ്മീദേവിയും മക്കളും അവരുടെ അടുത്തിരുന്നു. ജഡ്ജി വിധി പ്രസ്താവിച്ചു. പ്രതിയായ വസന്തൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അയാൾ ചെയ്ത കുറ്റങ്ങൾക്ക് കഠിനമായ ശിക്ഷ നൽകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. വിധി കേട്ട് വസന്തന്റെ മുഖം വിളറി. അയാൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജഡ്ജി തുടർന്നു. വസന്തന് 10 വർഷം തടവ്. അവന്റെ അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടുക. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക. ഗ്രാമത്തിൽ പണമിടപാട് നിർത്തലാക്കുക. കോടതി മുറിയിൽ സന്തോഷത്തിന്റെ ആർത്തനാദം ഉയർന്നു. ഗ്രാമീണർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇനി ആർക്കും ഞങ്ങളെ അടിച്ചമർത്താൻ കഴിയില്ല, അവർ പറഞ്ഞു. ലക്ഷ്മീദേവിയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ടായിരുന്നു. അവർ മക്കളെ കെട്ടിപ്പിടിച്ചു. നിങ്ങളാണ് എന്റെ യഥാർത്ഥ ശക്തി. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ യുദ്ധം ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ലായിരുന്നു. സംഗീത പറഞ്ഞു, ഇല്ല, അമ്മ, നിങ്ങളുടെ ധൈര്യമാണ് ഞങ്ങൾക്ക് ശക്തി നൽകിയത്. അക്ഷിത പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഞങ്ങളെപ്പോലെ ആരും ദുരിതമനുഭവിക്കില്ല. വസന്തന്റെ അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തിരികെ നൽകി. വസന്തന്റെ ഭീഷണി കാരണം ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ ലഭിച്ചു. ഗ്രാമത്തിലെ ആളുകൾ സന്തോഷിച്ചു. ലക്ഷ്മീദേവിയുടെ വീട് പുനർനിർമ്മിക്കാൻ ഗ്രാമീണർ ഒന്നിച്ചു. ഒരു ദിവസം കൊണ്ട് അവർ വീട് പൂർത്തിയാക്കി. പഴയതിനേക്കാൾ മനോഹരമായ ഒരു വീട്. ലക്ഷ്മീദേവിക്ക് സന്തോഷമടക്കാനായില്ല. അവൾ ഗ്രാമീണർക്ക് നന്ദി പറഞ്ഞു.
ഈ വീട് എന്റേതല്ല, നമ്മുടെ എല്ലാവരുടെയും വീടാണ്, അവൾ പറഞ്ഞു. ഗ്രാമത്തിലെ സ്ത്രീകൾ ലക്ഷ്മീദേവിയെയും മക്കളെയും നോക്കി പറഞ്ഞു, ഈ അമ്മയും മക്കളും ഞങ്ങൾക്ക് പ്രചോദനമാണ്. പെൺമക്കൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ ദിവസത്തിനു ശേഷം ഗ്രാമത്തിൽ ഭയത്തിനു പകരം തുല്യതയുടെയും ധൈര്യത്തിന്റെയും അന്തരീക്ഷം വന്നു. ലക്ഷ്മീദേവി മക്കളെ നോക്കി ചിന്തിച്ചു, അതേ പെൺമക്കൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്.